മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനായി രോഗബാധയും പരിക്കുമുള്ള നായകളെ ദയാവധത്തിന് വിധേയമാക്കും. 25ലേറെ പുതിയ ABC കേന്ദ്രങ്ങൾ ആരംഭിക്കും. കേന്ദ്രത്തിന്റെ ABC ചട്ടങ്ങളിലെ അപ്രായോഗിക വ്യവസ്ഥകൾക്കെതിരെ കോടതിയെ സമീപിക്കാനും തദ്ദേശ മൃഗ സംരക്ഷണ വകുപ്പ് മന്ത്രിമാരുടെ യോഗത്തിൽ തീരുമാനമായി. തെരുവുനായ ആക്രമണം ഗുരുതരമായ വിഷയമാണെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഇക്കാര്യത്തിൽ പൊതുജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് CRPC 133 വകുപ്പ് പ്രകാരമുള്ള നടപടികളെടുക്കാൻ റവന്യൂ വിഭാഗത്തിന് അധികാരമുണ്ട്. എന്നാൽ അക്രമകാരികളായ തെരുവുനായകളെ കൊല്ലുന്ന കാര്യത്തിൽ നിയമത്തിനുള്ളിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂവെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നിലവിലെ ചട്ടങ്ങൾ കൂടുതൽ ABC കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് പോലും തടസ്സമാണെന്നാണ് വകുപ്പുകളുടെ ആക്ഷേപം. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് കേന്ദ്രത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് MP രാജേഷ് ആവശ്യപ്പെട്ടു. 2000 ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറുള്ള ABC കേന്ദ്രത്തിന് അനുമതി കിട്ടും. എത്ര ABC കേന്ദ്രം അങ്ങനെ കേരളത്തിൽ ആരംഭിക്കാൻ പറ്റും? അപ്പോൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഇവിടെ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ അപ്രായോഗികമായ വലിച്ചെറിയേണ്ട ഈ ചട്ടങ്ങൾ ഭേദഗതി വരുത്താനാണ് മുൻകൈയെടുക്കേണ്ടത്. അപ്പോൾ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. കേരളത്തിൽ പേവിഷം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് നടത്തുന്നതെന്ന് മന്ത്രി J. ചിഞ്ചുറാണി പറഞ്ഞു. മിഷൻ റാബിസ് എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. 3 വർഷത്തിനകം പേവിഷരഹിത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ ഈ പേവിഷം എന്ന് പറയുന്നതിനെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് മൃഗസംരക്ഷണ വകുപ്പ് ഇപ്പോൾ പോകുന്നത്. 3 വർഷം കൊണ്ട് പേവിഷത്തെ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് നാം മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 20 ABC സെന്ററുകളാണുള്ളത്. പുതുതായി 25 ABC സെന്ററുകൾ കൂടി തുറക്കാനാണ് തീരുമാനം. മൃഗസംരക്ഷണ സംഘടനകളുമായി കൂടിയാലോചിച്ച് ഇവിടങ്ങളിൽ മൃഗസംരക്ഷണ പ്രവർത്തകരുടെ സേവനം ഉറപ്പാക്കും. അറവ് മാലിന്യം തള്ളുന്ന കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും യോഗത്തിന് ശേഷം മന്ത്രിമാർ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.